السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمؤمنين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في جلسة من جلسات سورة النساء، ونريد أن نتحدث اليوم عن آيات الله البينات من سورة النساء، الآية الرابعة عشرة بعد 100 إلى السابعة وعشرين بعد 100 إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا. إن يدعون من دونه إلا إناثا وإن يدعون إلا شيطانا مريدا لعنه الله وقال لأتخذن من عبادك نصيبا مفروضا ولأضلنهم ولأمنينهم ولآمرنهم فليبتكن آذان الأنعام ولآمرنهم فليغيرن خلق الله ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا يعدهم ويمنيهم وما يعدهم الشيطان إلا غرورا أولئك مأواهم جهنم ولا يجدون عنها محيصا. والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله قيلا ليس بأمانيكم ولا أماني أهل الكتاب من يعمل سوءا يجز به ولا يجد له دون الله وليا ولا نصيرا ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ولا يظلمون نقيرا ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا واتخذ الله إبراهيم خليلا ولله ما في السماوات وما في الأرض وكان الله بكل شيء محيطا. ويستفتونك في النساء قل الله يفتيكم فيهن وما يتلى عليكم في الكتاب في يتامى النساء اللاتي لا تؤتونهن ما كتب لهن وترغبون أن تنكحوهن والمستضعفين من الولدان وأن تقوموا لليتامى بالقسط
وما تفعلوا من خير فإن الله كان به عليما. ഇതിന്റെ അർത്ഥം അറിയാത്ത പദങ്ങൾ ചോദിച്ചപ്പോ ഏതാണ്ട് 3-4 വാക്കുകളുടെ അർത്ഥമേ അറിയാതെ ഉള്ളൂ. ഞാനിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ കുറെ പദങ്ങൾ, എല്ലാം പുതിയതാണെന്ന് വിചാരിച്ചിട്ടല്ല, കുറെ പദങ്ങൾ നമുക്ക് ശ്രദ്ധയിൽ വരേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണ് ഞാനിവിടെ അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നത്. ചോദിച്ച വാക്കുകളിലൊക്കെ മിക്കവാറും അർത്ഥം അറിയേണ്ടതാണ്. ചില വാക്കുകളൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതിലെ അർത്ഥം നമുക്ക് തിരിയാത്തത്. ബാക്കി പലതും നമ്മൾ പഠിച്ചതാണ്. ഇവിടെ ആയത്തില് അല്ലെങ്കിൽ ഖുർആനിൽ വരുമ്പോൾ അതിനെങ്ങനെ ആശയം പറയും എന്നിടത്ത് മാത്രമേ നമുക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. 114 മുതൽ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഖൈറ. ലാ ഖൈറ എന്നുള്ളത് എന്ത് പ്രയോഗമാണ്? ലാ ഖൈറ എന്നുള്ളത് എന്ത് പ്രയോഗം? നിഷേധം. എന്ത് തരം നിഷേധം? വർഗത്തെ നിഷേധിക്കുന്നു. വർഗത്തെ നിഷേധിക്കുന്ന. ഒരൊറ്റ ഗുണവുമില്ല. ഫീ കസീരിൻ മിൻ നജ്വാഹും. നജ്വ എന്ന് പറഞ്ഞാല് ഒഴിഞ്ഞിരുന്ന് ഗൂഢമായ സംഭാഷണം. ഗൂഢമായും മറ്റുള്ളവരിൽ നിന്നും ഒഴിഞ്ഞിരുന്ന് സംഭാഷണം നടത്തുന്നത്, രഹസ്യ സംഭാഷണം നടത്തുന്നത്, മുനാജാത്ത് എന്ന് പറയുമല്ലോ. അതിൽ നിന്നും വന്നാണ് നജ്വ. ചിലപ്പോൾ ഗൂഢമാകാം, അല്ലാതെയുമാകാം. ഇവിടെ ഗൂഢം എന്നല്ല വന്നിരിക്കുന്നത്. ഇത് ഒഴിഞ്ഞിരുന്ന് ചർച്ച ചെയ്യുക എന്ന അർത്ഥം. കൂടിയാലോചന നടത്തുന്ന പലതിലും എന്തില്ല? നജ്വാഹും, അവരുടെ കൂടിയാലോചനയാണ് കേട്ടോ. അതായത് കപടവിശ്വാസികളും മുശ്രിക്കുകളും കുഫാറും ഒക്കെ നടത്തുന്ന, ഇസ്ലാമിനെതിരിൽ ആരൊക്കെ ഒരുമിച്ച് കൂടുന്നോ അങ്ങനെ ഒരുമിച്ച് കൂടുന്നവരുടെ അധിക ചർച്ചയിലും യാതൊരു ഗുണവുമില്ല, നന്മയില്ല. ഇല്ല. അപ്പോ അവിടെ വർഗത്തെ നിഷേധിക്കുന്ന യാതൊരു ഗുണവുമില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് പിന്നെ കൂടിയാലോചന നടത്തുന്നതിൽ നന്മയുണ്ട്. എപ്പോഴാണ്? ഇല്ലാമൻ, ഒരുത്തനിലല്ലാതെ. അവൻ എന്ത് ചെയ്യും? അമറബി സദഖത്ത്. സദഖ എന്ന് പറഞ്ഞ സത്യസന്ധതയാകാം, ധർമ്മം. ഈ ധർമ്മം എന്ന വാക്ക് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കുന്നതാണ്. നന്മ കൽപ്പിക്കാൻ. അതെ, നന്മയാലും ദാനമാകും, അതുമാകാം കേട്ടാ. രഹസ്യ സംവാദം ഏത് കൂറും നന്മ ഏതുമില്ലാത്തതാകുന്നു. ഒരുവൻ ദാനധർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും. അപ്പൊ ഇവിടെ സദഖ എന്ന് വന്നത് കൊണ്ട് മഅറൂഫ്, ഇപ്പുറത്ത് മഅറൂഫ്, നന്മ കൽപ്പിക്കൽ എന്ന് വന്നത് കൊണ്ട് സദഖത്തിൻ, ദാനധർമ്മം എന്ന്. സിദഖാണ് സത്യസന്ധത, സദഖത്തുൻ ദാനധർമ്മം. അമറബി സദഖത്തിൻ, ദാനം ചെയ്യാൻ കൽപ്പിക്കുക, ഔ മഅറൂഫിൻ, അല്ലെങ്കിൽ നന്മ കൽപ്പിക്കുക, അല്ലെങ്കിൽ ഇസ്ലാഹ് ചെയ്യാൻ, നന്നാക്കൽ, നന്നാക്കൽ. ജനങ്ങൾക്കിടയിൽ, ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഉള്ള നന്നാക്കൽ. ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് എന്തെങ്കിലും മോഡിഫൈ ചെയ്യുക എന്നാണ് ഇസ്ലാഹ് എന്ന് പറഞ്ഞത്. നല്ലതാക്കൽ, ഇസ്ലാഹ്. തസ്ലീഹു സയ്യാറാത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, കാർ റിപ്പയർ. അസ്ലഹ എന്ന് പറഞ്ഞാലും സല്ലഹ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെ. സല്ലഹ സല്ലിഹു എന്ന് പറയുമ്പോൾ സലഹ, നല്ല സൽക്കർമ്മം ചെയ്തു. അസ്ലഹ സലഹ എന്ന് പറഞ്ഞാൽ സ്വയം സൽക്കർമ്മം ചെയ്തു. അസ്ലഹ നന്നാക്കി.
അല്ലെങ്കിൽ സല്ലഹ എന്ന് പറഞ്ഞാൽ നന്നാക്കി. ഇപ്പൊ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക, അതിലല്ലാതെ യാതൊരു നന്മയുമില്ല. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മൾ മറന്നുപോകുന്ന പല സംഗതിയാണ്. സദഖ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ വേറൊരാളടുത്ത് കൊടുക്കാൻ പറയുന്നില്ല പലരും. നന്മ കൽപ്പിക്കാൻ നമ്മൾ പലപ്പോഴും മെനക്കെടാറില്ല. നന്മ കൽപ്പിക്കല് നമ്മളെ നിർബന്ധ കാര്യങ്ങളിൽ ഒന്നാണ്. 6 കാര്യങ്ങളാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ, അതായത് പണ്ഡിതന്മാരിൽ പലരുടെയും അഭിപ്രായത്തിൽ, ചില പണ്ഡിതന്മാരുടെ അല്ല, പലരുടെയും അഭിപ്രായത്തിൽ നമ്മൾ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നു, നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ പ്രാധാന്യപൂർവ്വം പറഞ്ഞൊരു സംഗതിയാണ് അംറും ബിൽ മഅറൂഫ് എന്ന്. അത് വേറെ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് നമ്മൾ സ്വന്തം പഠിക്കുക. നന്മ കൽപ്പിക്കുക എന്നത്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ അപ്പനപ്പനെ കാര്യം നോക്കി പോവുകയാണ്. അതല്ല വേണ്ടത്. ഒരു വിശ്വാസിയുടെ അടിസ്ഥാന കാര്യങ്ങളിൽ പെട്ടതാണ് നന്മ കൽപ്പിക്കൽ. അതേപോലെ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കുക എന്നത്. ഇതിനു വേണ്ടി അല്ലാതെയുള്ള ഒരുമിച്ച് കൂടൽ എല്ലാം എന്താണ്? അതിലൊന്നും യാതൊരു ഗുണവുമില്ല. നമ്മൾ ഒരുമിച്ച് കൂടുന്നതിന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നതിവിടെ വളരെ വ്യക്തമായി കാണാം. അംറും ബിൽ സദഖ, ദാനധർമ്മം ചെയ്യാൻ കൽപ്പിക്കുക. അംറും ബിൽ മഅറൂഫ്, നന്മയ്ക്ക് വേണ്ടി കൽപ്പിക്കുക. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതിനുവേണ്ടി അല്ലാതെ ഒരുമിച്ച് കൂടിയിട്ട് യാതൊരു ഗുണമില്ലെന്ന്. ഒമൻ യഫ്അൽ ദാലിക, ഇപ്രകാരം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏത് അവസാനം പറഞ്ഞ കാര്യത്തെയാണ് പറഞ്ഞത്. ഏതിന്? അംറും ബിൽ സദഖ, അംറും ബിൽ മഅറൂഫ് ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രശ്നം പരിഹരിക്കുക. ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒമൻ യഫ്അൽ ദാലിക, ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ചെയ്യുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയല്ല. ഇബ്തിഗാഅ മർദാത്തില്ല. ഇബ്തിഗാഇന്റെ മാദി എന്താണ്? മർദാത്ത്, തൃപ്തി. നമ്മള് റളിയ എന്ന് പറഞ്ഞില്ലേ? റളിയ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു ക്രിയാധാതുവാണ് മർദാത്ത്. റളിയയിലെ ക്രിയാധാതു റിളൻ എന്നാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ മർദാത്ത്, റിളൻ, റിദ്വാനൻ എന്നൊക്കെ പഠിച്ചു. റിദ്വാനൻ, അതേപോലെ മർദാത്ത് എന്നും പറയും. മർദാത്തില്ല. അള്ളയുടെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ, തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും അത് ചെയ്താൽ ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമ. ഇവിടെ സായാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തീഹ എന്നല്ല പറഞ്ഞത്. അവന് പെട്ടെന്ന് കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ലേറ്റർ വി വിൽ ഗിവ് ഹിം, പിന്നീട് അവന് കിട്ടും. തീഹി അജ്റൻ അളീമ, ഭയങ്കരമായ പ്രതിഫലം കിട്ടും. അപ്പൊ പ്രതിഫലാർഹമായ സംഗതി എന്ന് പറയുന്നത് ഇതാണ്. അംറും ബിസ് സദഖത്തി ഔ അംറും ബിൽ മഅറൂഫ്, അംറും ബിസ് സദഖത്തി, അംറും ബിൽ മഅറൂഫി വ ഇസ്ലാഹി ബൈനന്നാസ്. അൽ ഇസ്ലാഹു ബൈനന്നാസ്, അൽ ഇസ്ലാഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇതെല്ലാം സ്വന്തം ചെയ്യുന്ന കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞു കേട്ടോ. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അംറും ബിസ് സദഖ, സ്വന്തം ചെയ്യല്ല, മറ്റുള്ളവർക്ക്. അംറും ബിൽ മഅറൂഫ് വ ഇസ്ലാഹുൻ ബൈനന്നാസ്, അല്ലെങ്കിൽ വൽ ഇസ്ലാഹു ബൈനന്നാസ്, ഒളിപ്പിക്കുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വന്തം മാറിപ്പോകല്ലേ വേണ്ടത്, അവിടെ നമ്മൾ പ്രശ്നം പരിഹരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് മഹത്തായ പ്രതിഫലം കിട്ടുക. ഒമൻ യുശാഖിഖിർ റസൂല, ഇവിടെ മൻ കണ്ടീഷനിലാണ്. കണ്ടീഷനിൽ മൻ വരുമ്പോ എന്ത് ചെയ്യും? ശേഷമുള്ള ഫിഅൽ മുളാരിഅന് ജസ്മി ചെയ്യും. അപ്പോ എന്ത് ചെയ്തു? ഷാഖ യുഷാഖു എന്നാണ്. ഷാഖ യുഷാഖു. ജാഹദ യുജാഹിദു എന്നാണ്. ജാഹദ യുജാഹിദു വസനാണ്, പക്ഷെ അവസാനത്തേത് ഷദ്ദാണ്. അപ്പൊ ഷാഖ യുഷാഖു എന്നാണ് വരിക. പിന്നെ എന്ത് ചെയ്തു? യുഷാഖു എന്നതിനെ ജസ്മി ചെയ്യുമ്പോൾ
കെട്ടഴിക്കണം. കെട്ടഴിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? കെട്ടഴിച്ചിട്ട് ജാഹദ് യുജാഹിദ് പറയുന്നത് പോലെ യുഷാഖിഖുന് വേണം, ജസ്മ ചെയ്യണം. അപ്പൊ യുഷാഖിഖ് എന്ന് വരും. മൻ യുഷാഖിഖ്. അപ്പൊ കാഫിന് സുക്കൂനാണ്. പിന്നെ ആർ റസൂലിന്റെ എന്തുകൊണ്ട് ലാമിന് സുക്കൂൻ വന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? രണ്ട് സുക്കൂൻ ഒഴിവാക്കാൻ വേണ്ടി സുക്കൂൻ. ലാമിനാണ് യഥാർത്ഥ സുക്കൂൻ കേട്ടോ. അലിഫ് ഹംസത്തുൽ വസ്ലാണുള്ളത്, അതുകൊണ്ട് പരിഗണിക്കില്ല. ലാമിന്റെ സുക്കൂനാണ്. ലാമിന്റെ സുക്കൂൻ വന്നതിന് ശേഷം ഷംസി ഹുറൂഫ് ഷംസി ആയതുകൊണ്ടാണ് എന്ത് ചെയ്തത്? റാഇന് ഷദ്ദ് കൊടുത്തത്. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്തത്? കെട്ടഴിക്കാനും അവിടെ ശേഷം കസ്ർ വരാനൊക്കെ കാരണം. അപ്പൊ ഈ യുഷാഖു എന്ന് പറഞ്ഞാൽ സത്തത പുലർത്തി, അല്ലെങ്കിൽ മത്സരം കാണിച്ചു. ഭിന്നിച്ചു അല്ലെങ്കിൽ ശത്രുത കാണിച്ചു. ഭിന്നിച്ചു അല്ലെങ്കിൽ ശത്രുത കാണിച്ചു. എതിർപ്പ് പ്രകടിപ്പിച്ചു, ശത്രുത കാണിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. എതിർപ്പ് പ്രകടിപ്പിച്ചു, ശത്രുത കാണിച്ചു എന്നൊക്കെയാണ് അതിന്റെ അതിന്റെ അർത്ഥം. അതിൽ നിന്നാണ് റസൂലുമായി ഭിന്നിപ്പുണ്ടായി, അല്ലെങ്കിൽ അള്ളാഹുമായി ഭിന്നിപ്പുണ്ടായി. ആ അർത്ഥത്തിലാണ് ചെയ്തത്. ഇതൊക്കെ പിന്നെ ബാക്കി അർത്ഥങ്ങളൊക്കെ വരുന്നത്. ഒമൻ യുശാഖിഖി റസൂല, റസൂലിനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ, പിന്നീട് അതിന്റെ വിശദീകരണം, അതായത് കണ്ടീഷന്റെ രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. കണ്ടീഷൻ ഒമൻ യുശാഖിഖി റസൂല, റസൂലിനോട് ശത്രുത പുലർത്തിയാൽ. അതിനുശേഷമുള്ള വിശദീകരണമാണ് മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ വയത്തബി മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, അതെ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ. അത്രയും ഭാഗം അതിന്റെ വിശദീകരണമാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? കണ്ടീഷന്റെ റിസൾട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ വായിച്ചു നോക്കിയെങ്കിൽ അതിന്റെ റിസൾട്ടില് ജസ്മ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ എന്നുള്ളടത്ത് വരുന്നില്ല അല്ലെ? എന്ന് പറഞ്ഞിടത്ത് മന്നിന്റെ ഭാഗമാണ്. മൻ യുശാഖിഖ് പുലർത്തുന്നു, വയത്തബിഅ പിൻപറ്റുകയും ചെയ്യുന്നു. മൻ യുശാഖിഖി റസൂൽ എന്ന് കഴിഞ്ഞിട്ട് മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, അതിന്റെ ശരിയാണ്. പിന്നെ എന്ത് ചെയ്തു? വയത്തബിഅ എന്ന് പറഞ്ഞത് നേരത്തെ യുശാഖിഖുമായി ബന്ധപ്പെടുത്തുക. വയത്തബിഅ ആത്തിഫ് എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. വാ ഉപയോഗിച്ച് ആത്തിഫ് എന്നാ പറയുന്നത്. വാവുൽ അത്തിഫ് എന്നാണ്. ആന്റി എന്ന അർത്ഥത്തിലുള്ള വാക്ക് പറയുന്നത് വാവുൽ അത്തിഫ് എന്നാണ്. കുറെ വാവുകളുണ്ട് കേട്ടോ. കുറെ വാവുകളുണ്ട്. നമ്മൾ പഠിച്ച വാവുകളൊക്കെയാണ് പ്രധാനപ്പെട്ടവ. പിന്നെയും കുറെ വാവ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കാം. ഞാനിപ്പോ ഒരു അക്കാഡമി ഒരു സ്ഥാപനത്തില് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് എന്താണ് 2 വർഷം 3 വർഷം കൊണ്ട് ഗ്രാമർ കംപ്ലീറ്റ് പഠിപ്പിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, മാസ്റ്റർ ലെവലിൽ എന്താ പഠിപ്പിക്കും? MAക്ക് എന്താ പഠിപ്പിക്കും? പിന്നെ റിസർച്ചിൽ എന്താ പഠിപ്പിക്കേണ്ടത്? നമുക്കെല്ലാം 1ാം ക്ലാസ് 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച പിന്നെ ഒന്നുമില്ലല്ലോ. 10ാം ക്ലാസ്സിലുള്ള കോഴ്സിന്റെ കാര്യം പറയുന്നത്. ഞാൻ പറയും, നിങ്ങൾ ലോകത്ത് പഠിപ്പിച്ചോ? ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പാഠപുസ്തകം പഠിപ്പിച്ചോ? അത് കഴിഞ്ഞിട്ട് പിന്നെ നഹ്ൽ വാളിയും വരുന്നുണ്ട് അവിടെ. നഹ്ൽ വാളിയും പഠിപ്പിച്ചോ? ഞാൻ പറഞ്ഞു, പട്ടിക പഠിപ്പിക്കുന്നതിന് മാത്രം ഫോളോ ചെയ്യുക. അല്ല, നമുക്കെല്ലാം ജന്മം മനസ്സും എല്ലാം കൂടെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി അത് എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്നതിന്റെ പ്രയാസം എന്താണ്? അപ്പൊ ആദ്യം നമ്മൾ പ്രിലിമിനറി ലെവലിൽ പഠിപ്പിക്കേണ്ടത് പ്രിലിമിനറി ലെവലിൽ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ പോസ്റ്റ് ഡിപ്ലോമ ലെവലിൽ പഠിക്കേണ്ടത് അങ്ങനെ പഠിക്കുക. പിന്നെ മാസ്റ്റർ ഡിപ്ലോമ പഠിക്കേണ്ടത് ആ ലെവലിൽ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒരുപാട് പഠിക്കാനുണ്ട്. സിമ്പിളൊന്നുമല്ല, കുറച്ചൊന്നുമല്ല. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്നതിലാണ് പ്രയാസമുള്ളത്. അപ്പൊ ഇവിടെ വാവുൽ അത്ഫ് എന്നാണ് പറയുക. അപ്പൊ വാവുൽ അത്ഫ് ഉപയോഗിച്ച് യുശാഖിഖുമായി ബന്ധപ്പെടുത്തി. അപ്പൊ യുശാഖിഖിന്റെ ജസ്മാണ് ഇവിടെ വയത്തബിഅ എന്നതിൽ വന്നിരിക്കുന്നത്. അപ്പൊ റസൂലുമായി ഏതൊരാൾ ശത്രുത പുലർത്തി, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ, അവന് ഹിദായത്ത് വ്യക്തമായതിനു ശേഷം. ഹുദ എന്ന് പറഞ്ഞാൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമെന്നറിയാം. ഹുദൻ വ ഹിദായത്ത്, ഹിദായത്തിൻ വ ഹുദൻ, അല്ലെങ്കിൽ ഹുദൻ വ ഹിദായത്തിൻ എന്നാണ് നമ്മുടെ ഹദായ ഹിദിയിലെ ക്രിയത. അപ്പോ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദ,
സന്മാർഗം അല്ലെങ്കിൽ മാർഗദർശനം വ്യക്തമായതിനു ശേഷം, മാർഗം വ്യക്തമായതിനു ശേഷം റസൂലുമായി ആരെങ്കിലും ഇഴഞ്ഞിട്ടുണ്ടെങ്കിൽ, ശത്രു പുലർത്തിയിട്ടുണ്ടെങ്കിൽ, വയത്തബി, അങ്ങനെ ശത്രു പുലർത്തുകയും, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികളുടെ പാത പിൻപറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അവിടെ അൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അത് അൽ മുഅ്മിനീൻ, സബീല് മുഅ്മിനീൻ എന്നല്ല പറഞ്ഞു, സബീല് അൽ മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികളുടെ, അഥവാ റസൂലിൽ യഥാർത്ഥത്തിൽ വിശ്വസിച്ചവരുടെ പാത അല്ലാതെ പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ, റസൂലിൻ്റെതല്ലാത്ത യഥാർത്ഥ വിശ്വാസികളുടേതല്ലാത്ത പാത ആര് പിൻപറ്റുകയും ചെയ്തിട്ടുള്ളത്. സബീൽ എന്ന് പറയുന്നത് സിറാത്തിന്റെ പര്യായപദമാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ എന്ന് സൂറത്തുൽ അൻആം പറയുന്നു. അൻആം 153-ാമത്തെ ആയത്താണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ, ഇതാണ് എന്റെ സിറാത്തുൽ മുസ്തഖീം. നിങ്ങൾ ചോദിക്കും, നമ്മൾ പ്രിലിമിനറി 1 വരെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നത് എന്താ? വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു, ഇത് ഫോളോ ചെയ്യണം. വലാ തത്തബിഉ അസ്സുബുൽ, അവിടെ സിറാത്തിന്റെ ബഹുവചനമായിട്ട് അല്ല പറഞ്ഞത്, സബീലിന്റെ ബഹുവചനമാണ് പറഞ്ഞത്. അപ്പൊ പറഞ്ഞ ആ സിറാത്തിന്റെ പര്യായപദമാണ് സബീൽ. സബീലിന്റെ ബഹുവചനമാണ് സുബുൽ. കാരണം സുബുൽ ഇസ്ലാം, സമാധാനത്തിന്റെ മാർഗങ്ങൾ. ഗൈറ സബീലിൽ മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികളുടേതല്ലാത്ത മാർഗം ആരും പിൻപറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നുവല്ലിഹി, അപ്പൊ നുവല്ലിയുടെ യായുടെ പോയി വല്ല യുവല്ലി, ജസ്മി ചെയ്തപ്പോൾ ദുർബലാക്ഷരം പോയതാണ്. ഇതിന്റെ ജവാബായിരുന്നു, ഷർത്തിന്റെ ജവാബായിരുന്നു. മൻ യുശാഖിഖിർ റസൂല വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, റസൂലുമായി ഇടയുകയും വിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവന്റെ പാർട്ട്ണർ വിട്ടേക്കും എന്നാ പറഞ്ഞിട്ടുണ്ടാവും. നുവല്ലിഹി, നാം അവനെ തിരിച്ചുവിടും. മാ തവല്ല, അവൻ തിരിഞ്ഞ വഴിക്ക് തിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ അവന്റെ പാട്ടിനെ വിട്ടേക്കും. വനുസ്ലിഹി ജഹന്നം, നമ്മളെ സ്വലിയ പഠിച്ചു. സ്വലിയ എന്താ അർത്ഥം? പ്രവേശിച്ചെരിയും. ആ സ്വലിയയുടെ അഞ്ചല വസ്നാണ് അസ്ല യുസ്ലി. അസ്ല യുസ്ലി എഴുതി തന്നിട്ടില്ലേ? അസ്ല യുസ്ലി ഞാൻ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നേരത്തെ വന്നിട്ടുണ്ട്. നേരത്തെ വന്നിട്ടുണ്ട് അസ്ല യുസ്ലി. അപ്പൊ എന്തായി? പ്രവേശിപ്പിച്ചു, എരിയുന്നിടത്ത് പ്രവേശിപ്പിച്ചു. അത് ജഹന്നം എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജഹന്നമിൽ പ്രവേശിപ്പിക്കുന്നതിനാണ് നുസ്ലി എന്ന് പറയുന്നത്. ഇപ്പൊ നുദഖിലു എന്ന് പറയാറുണ്ട്, പക്ഷേ അദ്ഖല യുദ്ഖിലു എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ജഹന്നമിലേക്ക് പറയുന്നതുമായി ബന്ധപ്പെടുത്തി. പക്ഷെ ഇവിടെ കരിയുന്ന കാര്യം പ്രത്യേകം പറയണം. അതുകൊണ്ടാണ് ഇത് മിൻബാദിമാ തബയ്യൻ ലഹുൽ ഹുദയാണ്. അവന് ഹുദ വ്യക്തമായതിനു ശേഷമാണ് പിന്നെയും റസൂലുമായി ഇടഞ്ഞത്. ഇവിടെ ഖുർആൻ മാത്രം പിൻപറ്റിയാൽ മതി എന്ന് പറയുന്നവർക്ക് ഒരു മറുപടിയും കൂടെയാണ്. ഖുർആൻ മാത്രം പിൻപറ്റിയാൽ പോരാ, ഖുർആൻ കൊണ്ടുവന്ന റസൂലിന്റെ പാത പിൻപറ്റണം. അങ്ങനെ റസൂലുമായി ആരെങ്കിലും ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ, ശത്രു പുലർത്തിയിട്ടുണ്ടെങ്കിൽ, അവന് സത്യം മനസ്സിലായതിനു ശേഷവും റസൂലുമായി ശത്രു പുലർത്തിയിട്ടുണ്ടെങ്കിൽ അവന് ഇവിടെ അള്ളാഹുടെ കാര്യം ഒന്നും പറഞ്ഞില്ല. കാരണം എന്താണ്? റസൂലിനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാന്റെ അനുമതിയോടുകൂടി, ഇതിനില്ല, അള്ളാന്റെ അനുമതിയോടുകൂടി അനുസരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ആ റസൂലിന്റെ പാത പിൻപറ്റാതെ, അല്ലെങ്കിൽ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത വിശ്വാസികളുടെ പാത പിൻപറ്റാതെ ആരെങ്കിലും തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കും. പിന്നീട് വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കും. കത്തിയേരിയ നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കും, അല്ലെങ്കിൽ നരകത്തിൽ അവനെ പ്രവേശിപ്പിച്ച് എരിക്കും. സാഅത്ത് മസീറ, സാഅത്ത് മസീറ. ഞാന സവാബ് എന്ന് പറഞ്ഞതുപോലെയാണ് കേട്ടോ ഇവിടെ. സാഅത്ത്, എത്ര മോശമായിരിക്കുന്നു. ഏത്? അത് എത്ര മോശമായിരിക്കുന്നു എന്നാണ്. ഇവിടെ നിഅമ സവാബു ഹസനത്ത് മുർത്തഫഖൻ എന്നൊക്കെ പറഞ്ഞില്ലേ? നിഅമ സവാബു ഹസനത്ത് മുർത്തഫഖൻ. നിഅമ സവാബു എന്ന് പറഞ്ഞെടുത്ത്
നിഅമയുടെ ഫാഇൽ എന്താണ്? സവാബാണ്. വാബ് ഇവിടെ സാഅത്ത് എന്ന് പറഞ്ഞതിൽ കർത്താവ് ഫാഇൽ എവിടെ? അത് ആണ്. ഏത്? സാഅത്ത് എന്ന് പറഞ്ഞതിൽ ഹിയയുണ്ട്. അത് എത്ര മോശമായതാണ്? മസീറൻ, മടക്കസ്ഥാനത്താൽ. അങ്ങനെയാണ് അതിന്റെ പ്രയോഗം. അങ്ങനെയാണ് നമ്മള് എത്ര മോശമായ മടക്കസ്ഥാനം. അപ്പൊ എത്ര മോശമായ എന്ന് എവിടെ നിന്ന് കിട്ടി? നിയമ പോലെയല്ലേ? നിയമ പോലെ, ബേസ പോലെ, നിയമ ബേസ പോലെയാണ് സാഅത്ത്. അതെത്ര മോശമായിരിക്കുന്നു എന്നാണ് സാഅത്ത്. അല്ല ഉസ്താദെ, അപ്പൊ ഈ മസീറ എന്ന് പറഞ്ഞ മടക്കസ്ഥാനം എന്ന് പറയുമ്പോ അതിന്റെ ഫായിൽ അതായിക്കൂടെ? സാഅത്ത് മസീറ, അതിന്റെ മടക്കസ്ഥാനം എത്ര മോശം? മസീറൻ, മസീറൻ വന്നത്. മസീറൻ അത് ഹാലായിട്ടാണ് വന്നിരിക്കുന്നത്. മടക്കസ്ഥാനമായ നിലയിൽ, അല്ലെങ്കിൽ മടക്കസ്ഥാനത്താൽ. അപ്പൊ ഇതൊക്കെ ലോകത്ത് പഠിച്ചാലേ അതിൻ്റെതായ ഇന്റൻസിറ്റി മനസ്സിലാവുള്ളൂ. നമ്മളിങ്ങനെ കുറേശ്ശെ അതിലേക്ക് കടന്നു വരണം. നമ്മൾ ഒരുപാട് പ്രസംഗത്തിൽ കേട്ടുള്ളതാണ്. അള്ളാഹ് പുറത്തു കൊടുക്കുകയില്ല അൻയുശ്റക ബിഹി, അവനോട് പങ്കു ചേർക്കപ്പെടുന്നത്. അശ്റക പങ്കു ചേർത്തു, അശ്റക പങ്കു ചേർത്തു, യുശ്രിക്കു പങ്കു ചേർക്കുന്നു, യുശ്റകു പങ്കു ചേർക്കപ്പെടുന്നു. അൻയുശ്റക പങ്കു ചേർക്കപ്പെടുക എന്നത് കേട്ടോ. അപ്പൊ എന്തായി? അത് ക്രിയാധാതുവിന്റെ മീനിങ് ആയി. ബിഹി അവനോട് പങ്കു ചേർക്കപ്പെടുന്നതിനെ അള്ളാഹ് പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക, ദൂന എന്ന് പറഞ്ഞാൽ ഗൈറ എന്ന് പറയുന്നത് പോലെ, അതല്ലാത്തതിന് അവൻ പുറത്തു കൊടുക്കും. ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർ. അപ്പൊ എന്താ? ബാക്കിയെല്ലാം പുറത്തു കൊടുക്കും, ശിർക്ക് മാത്രം പുറത്തു കൊടുക്കില്ല. ശിർക്ക് പുറത്തു കൊടുക്കുന്നതിന് എവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ? അൽ ഫുർഖാനിൽ എന്താ പറഞ്ഞത്? والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. എന്താ പറഞ്ഞത്? والذين يدعون من دون الله, والذين لا يدعون من دونه إلها آخر, അവനെ കൂടാതെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരുമാണ് ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ ദാസന്മാർ. അല്ലാഹുവിന്റെ ദാസന്മാർ എന്നാ തുടങ്ങി. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ആ ഖണ്ഡിക. എന്നിട്ട് അവരുടെ വിശേഷണം പറഞ്ഞു വന്നിട്ട് എന്താ പറഞ്ഞത്? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹയോടൊപ്പം അവർ മറ്റൊരു ഇലാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവരുമാണ്. الذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق, അവൻ അള്ളാഹ് പരിശുദ്ധമാക്കിയ ആത്മാവിനെ വധിക്കാത്തവരുമാണ് അവർ, ന്യായമായ കാരണം കൂടാതെ. ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون, അവർ വ്യഭിചരിക്കാത്തവരുമാണ്. ഇത് ഇത്രയും പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? ولا يزنون ومن يفعل ذلك يلقى أثاما, ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അസാമൻ, പാപത്തിൽ പതിച്ചുപോയി. പിന്നെന്താ പറഞ്ഞത്? ഇല്ലാ മൻ താബ, പശ്ചാത്തപിച്ചവൻ, വിശ്വസിക്കുകയും വഅമില അമലൻ സ്വാലിഹൻ, പിന്നീട് സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവൻ ചെയ്താൽ. അപ്പൊ തൗബയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇല്ലാമൻ താപത്ത്, പശ്ചാത്തപിച്ചവന് ഒഴികെ, പശ്ചാത്തപിച്ച് മടങ്ങണം. പഠിച്ചവനെ ഞാനിത് ചെയ്തു പോയി, ഇന്നല്ലാത്ത ആളെ ഞാൻ വിളിച്ചുപോയി, ഞാനിതിലോ വശംബദിനായിക്കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ പ്രേരിപ്പിച്ചത് കൊണ്ടോ എന്തോ സംഭവിക്കുമെന്നൊക്കെ ആൾക്കാരെന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കുന്നത് കൊണ്ടോ ഒക്കെ ഞാൻ ചെയ്തു പോയി, എനിക്ക് നീ പുറത്തു തരണമെന്ന് എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച് തൗബ ചെയ്തെങ്കിൽ മാത്രമേ തൗബ പുറത്തു കൊടുക്കുകയുള്ളൂ. അല്ലാത്ത ആ പാപം ശിർക്ക് പുറത്തു കൊടുക്കുകയുള്ളൂ.
അല്ലാത്തവർക്ക് അള്ളാഹുവിന്റെ ഈ നന്മ കൂടുതൽ ചെയ്യുക മുഖേന തിന്മ മാറ്റി കളയും എന്നാണ്. ഇപ്പൊ ഇവിടെ തൗബ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. فأولئك يبدل الله سيئاتهم സയ്യിആതിഹിം ഹസനാത്ത്. അങ്ങനെയുള്ളവരുടെ തിന്മകളെല്ലാം നന്മകളായി രേഖപ്പെടുത്തുന്നതാണ്. നേരത്തെ ചെയ്ത ശിർക്കെല്ലാം നന്മയായി രേഖപ്പെടുത്തുന്നു. അങ്ങനെയല്ലേ പറഞ്ഞു, എല്ലാ നന്മകളും. പക്ഷെ അപ്പോഴും പിന്നെ അത് പാടില്ല ഉസ്താദെ, ശിർക്ക് അപ്പോഴും പുറത്തു കൊടുക്കുമോ? ശിർക്ക് പാടുണ്ടെന്നല്ലേ തൗബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തി തൗബ ചെയ്താൽ ശിർക്ക് പുറത്തു കൊടുക്കില്ലെന്ന് പറഞ്ഞു. അല്ല തൗബ ചെയ്ത അല്ല ഇവിടെ പിന്നെ മായ്ച്ചു കളയും. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മായ്ച്ചു കളയും എന്ന് പറയുമ്പോ അതോടുകൂടി തൗബയും വേണം. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മായ്ച്ചു കളയുന്നത് എന്താണ്? അതല്ല, ശിർക്കല്ലാത്ത പാപങ്ങളാണ്. അതേസമയം ഷിർക്കിനെ കുറിച്ച് പറഞ്ഞിടത്ത് എന്ന് പറഞ്ഞു, ഇല്ലാമൻ താബ വആമന വഅമില അമലൻ സ്വാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ തിന്മകളെല്ലാം നന്മയായി പകരമാക്കപ്പെടുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ വിശദമായി ചിന്തിച്ച് വായിക്കേണ്ട കാര്യങ്ങളാണ്. ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. വാതിൽ കേൾക്കുന്ന എല്ലാം അപ്പോഴേയും വിശ്വസിച്ച് കളയുക. അതിന്റെ മറുവശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പറഞ്ഞ ആൾ ഒരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഓരോന്നിന്റെ ഗൗരവം അനുസരിച്ചാണ് പറയുന്ന ആള് പറയുന്ന സന്ദർഭത്തിൽ പറയുക. അങ്ങനെയുണ്ട്. اتبع غير سبيل نوله ما تولى ونصله جهنم ان الله لا يغفر ان يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد ضل ضلالا بعيدا. ആരെങ്കിലും യുശ്രിക്, അപ്പൊ എന്താണ്? കണ്ടീഷണൽ മന്നാണ്. മൻ യുശ്രിക് ബില്ലാഹി. പിന്നീട് എന്ത് തോന്നുന്നു? അത് ജവാബിന് ഫഖദ്, അത് വല്ല വലാലം വഴീത, വിദൂരമായ വഴികേടിലായി പോയിരിക്കുന്നു. ഇൻ യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ. വളരെ രസകരമായ ഒരു സംഭവം പറയുന്നത്. ഇൻ യദ്ഊന, അവർ വിളിക്കുന്നില്ല. ഇന്നെന്താണ്? നഫിയുടെ ഇന്നാണ്. ഇൻ യദ്ഊന മിൻ ദൂനിഹി, അല്ലാഹയെ കൂടാതെ അവർ വിളിക്കുന്നില്ല. ഇല്ല ഇനാസൻ, ചില പെണ്ണുങ്ങളല്ലാതെ. അല്ലേ? ഇനാസ് എന്ന് പറഞ്ഞാൽ ഉൻസയുടെ ബഹുജനമാണ് ഇനാസ്. അപ്പൊ ദേവതകൾ എന്നാണ് ഇവിടെ പരിഭാഷപ്പെടുത്തി. എന്താണ് ഇവിടെ വിളിക്കുന്ന, പ്രാർത്ഥിക്കുന്നത് എന്താണ്? ദേവികളെയാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ദേവതകളെ. ദേവികളും ദേവതകളും. ദേവികളാണ്. ഇപ്പം നമ്മൾ കാണുന്ന ബിംബങ്ങളിലും അധികം എന്താണ്? ആണുങ്ങളാണ് പെണ്ണുങ്ങളാണ്? സ്ത്രീരൂപങ്ങളാണ് അധികം ഉള്ളത്. അപ്പൊ അത് ഇന്നൊന്നിനെ തുടങ്ങിയതല്ല സംഭവം. പണ്ടേ ഇങ്ങനെയാണ് സംഭവം. അതുകൊണ്ടാണ് ഖുർആനിലും ഇങ്ങനെ പറഞ്ഞത്. ദേവതകൾ എന്ന അർത്ഥത്തിലാണ് ഇനാസ് ഉപയോഗിച്ചിരിക്കുന്നത്. യദ്ഊന മിൻ ദൂനിഹി ഇല്ലാ ഇനാസൻ വഇൻ യദ്ഊന ഇല്ലാ ശൈത്താനൻ മരീദ. അവരെന്താണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? ഇല്ലാ ശൈത്താനൻ, പിശാചിനെ അല്ലാതെ അല്ല. യദ്ഊന, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. ഇല്ല ശൈത്താനൻ, പിശാചിനെ അല്ലാതെ. എങ്ങനെയുള്ള പിശാച? മരീദ്, ധിക്കാരി. എല്ലാവരോടും പറഞ്ഞു സുജൂദ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും സുജൂദ്. അപ്പൊ അവിടെ മറ്റേയാൾ മാത്രം എന്ത് ചെയ്തു? നോക്കിണ്ടെന്നത് മാത്രമല്ല, നീ എന്താ സുജൂദ് ചെയ്യാത്തെന്ന് ചോദിച്ചു. പറഞ്ഞു ഖലഖതഹു മിൻ തീൻ വഖലഖതനി മിൻ നാർ. നീ അവനെ മണ്ണുകൊണ്ടല്ലേ സൃഷ്ടിച്ചത്, എന്നെ തീ കൊണ്ടല്ലേ സൃഷ്ടിച്ചത്. നമ്മള് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവന് ചെയ്യുന്നില്ലെന്നാണ്. അവിടെയാണ് വിഷയം. നീ മലക്കളോടല്ലോ പറഞ്ഞത്, എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞില്ല.
അതാണ് ധിക്കാരി. ഈ യദ്ഊന ഇല്ലാ ശൈത്വാനം മരീദ, ഈ ധിക്കാരിയായ ശൈത്താനെ അല്ലാതെ അവർ ആരാധിക്കുന്നില്ല. വിളിക്കുന്നില്ല. അപ്പൊ അവര് ഇത് ശൈത്താനീയത്താണ്. അതായത് അള്ളയിൽ നിന്നും അള്ളയോട് ധിക്കാരം കാണിക്കുന്നത് എന്താണോ ആ പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളയോട് ധിക്കാരം കാണിക്കുന്നവന്റെ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളയോട് അനുസരണം കാണിക്കുന്നവന്റെ പ്രവൃത്തിയാണ്. ഇല്ല ശൈത്വാനം മരീദ എന്ന് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞു ലഅനഹുല്ലാഹ്, അള്ളാഹ് അവനെ ശപിച്ചിരിക്കുന്നു. അവിടെ നിർത്തണം കേട്ടോ. അവിടെ നിർത്തിയില്ലെങ്കിൽ പോക്ക. ഞാനാണ് നിയമിട്ടിരിക്കുന്നത്. ചില ആൾക്കാർ അതുമായിട്ട് ചേർത്ത് ലാനഹുള്ള ചേർത്ത് പറയുന്നുണ്ട്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആയത്ത് ഇങ്ങാത്തുമായിട്ട് കണക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അവിടെ ആയത്ത് തീർന്നു, അവിടെ ആയത്തിന്റെ അവിടെ ചെയ്യാം, നിർത്തി പാരായണം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ലാനഹുല്ലാഹിന് നിർത്തല് അനിവാര്യമാണ്. അതാണ് നിയമിട്ടിരിക്കുന്നത്. ലാനഹുല്ലാ, അള്ളാഹ് അവനെ ശപിച്ചിരിക്കുന്നു. പിന്നീട് എന്താണ്? വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദ. വഖാല, അവൻ പറഞ്ഞു. ഈ പറഞ്ഞ ലാനഹുല്ലാ എന്ന് പറഞ്ഞിട്ട് വഖാല എന്ന് പറഞ്ഞാൽ കാല എന്ന കാലയുടെ ദമീർ എങ്ങോട്ട് മടങ്ങണം? കാല എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു. ഈ അവൻ എന്ന് പറഞ്ഞാൽ തൊട്ടു മുമ്പുള്ള നാമത്തിലേക്ക് മടങ്ങണം എന്നാണ് ഭാഷാക്രമായ നിയമം. ഈ പറഞ്ഞ കാല എന്നത് അള്ളയിലേക്കാണോ മടങ്ങുന്നത്? നേരത്തെ പറഞ്ഞ ലാനഹു അല്ല, അതിന് മുമ്പ് പറഞ്ഞ ഷെയ്ത്താനൻ എന്ന് പറഞ്ഞില്ല. മിന്ദൂനിഹി ഇല്ലാ ഷെയ്ത്താനൻ എന്ന് പറഞ്ഞ ഷെയ്ത്താനിലേക്കാണ് ഈ ഹുവ മടങ്ങുന്നത്. ഇവിടെ ലാനഹു എന്ന് പറഞ്ഞതും ഷെയ്ത്താനെയാണല്ലോ. അല്ല, ലാനഹു എന്ന് പറഞ്ഞത് ഹു പറഞ്ഞത് ഷെയ്ത്താനിലേക്കാണ്. അവിടെയൊന്നും പ്രശ്നമില്ല. അതായത് കേൾക്കുന്നവനോ അല്ലെങ്കിൽ വായിക്കുന്നവനോ സംശയത്തിന്റെ ഇടയില്ല. സംശയമുള്ള ഭാഗമാണ് ഞാൻ പറയുന്നത്. വഖാല എന്നത് ലാനഹുല്ലാഹു വഖാല എന്ന് പറഞ്ഞാൽ എന്തായി? ലാനഹുല്ലാഹു വഖാല എന്ന് പറഞ്ഞാൽ അപ്പൊ കാലയുടെ സർവനാമം അള്ളയിലേക്ക് മടങ്ങും. എന്താണ്? ഗുരുതരമായ തെറ്റാവും. അള്ളാഹ് ഉദ്ദേശിച്ചതിന്റെ നേരെ വിപരീതമായ സംഭവം. അതുകൊണ്ടാണ് അവിടെ ലഅനഹുല്ലാഹ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ശ്വാസകൂരിട്ട് പതുക്കെ പറഞ്ഞാൽ മതി. വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദ. കാരണം ഈ യദ്ഊന ഇല്ലാ ശൈത്വാനം മരീദ എന്ന് പറഞ്ഞിടത്ത് അവിടെ വിഷയം അവസാനിച്ചു. എന്നിട്ട് ഗുരുതരമായ ഒരു വിഷയം ഉണ്ട് അവിടെ പറയേണ്ടത്. അത് പെട്ടെന്ന് അവിടെ പറഞ്ഞതേ ഉള്ളൂ. എന്ത്? ലാനഹുല്ലാഹ്, അള്ളാഹ് അവനെ ശപിച്ചിട്ടുണ്ട്, അവനെയാണ് അവർ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവനെയാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞാൽ അവൻ ശൈത്വാനം മരീദൻ, അവൻ ഏത് ശത്രുതയാണോ അല്ലെങ്കിൽ എന്ത് ധിക്കാരമാണോ അള്ളയോട് കാണിച്ചത് ആ പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പറഞ്ഞു വഖാല എന്ന് പറഞ്ഞാൽ ആ ശൈത്താൻ പറഞ്ഞു ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദ. ലഅത്തഖിദന്ന എന്ത് ന്യായാണിത്? നൂനു തൗക്കീദ്, നൂനു തൗക്കീദ് എന്നാണ് പറയാ. തഅക്കീദിന്റെ നൂന്, ഉറപ്പിച്ച് പറയാനുള്ള നൂന്. ഇന്ന വരുന്നത് പോലെ തന്നെയാണ് സംഭവമല്ല. പക്ഷെ ഇന്ന എന്ന് പറയുന്നത് ഇന്ന ഒരു ഹർഫാണ് അല്ലെങ്കിൽ ഒരു പദമാണ്. അത് നാമവാക്യത്തിനാണ് വരുന്നത്. സാധാരണ തേക്കീദിന്റെ ലാമിന്റെ ശേഷം വരാറില്ലേ ഇന്ന? ഇവിടെ ഉണ്ടല്ലോ ലാമ തഅക്കീദ്. ലാമ തഅക്കീദ് ഉണ്ട്. ലഅത്തഖിദന്ന ലാമ തഅക്കീദ്. അവിടെ ലാമ തഅക്കീദും വരുന്നുണ്ട്, നൂന് തഅക്കീദ് രണ്ടും ഒരുമിച്ച് ഉണ്ട്. നൂന് തഅക്കീദ് വരുന്നിടത്ത് മിക്കവാറും ലാമ തഅക്കീദ് ഉണ്ടാവും. ലയുംബദന്ന പിന്നെ പഠിച്ചല്ലോ നമ്മള്, ലയുംബദന്ന. അതേപോലെ ഇങ്ങനെയുള്ള വേറെ വാക്ക് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ട്, ആ സെമസ്റ്ററിൽ തന്നെ ഉണ്ട്, രണ്ടാമത്തെ സെമസ്റ്ററിൽ തന്നെ ഉണ്ട്. അതെ. അപ്പോ ലഅത്തഖിദന്ന തീർച്ചയായും ഞാൻ ഉണ്ടാക്കും അല്ലെങ്കിൽ സ്വീകരിക്കും. ഇത്തഖദ സ്വീകരിച്ചു. ലഅത്തഖിദന്ന മിൻ ഇബാദിക നിന്റെ ദാസന്മാരിൽ
നസീബൻ. നസീബ് എന്താ? ഓഹരി. കുറച്ച് ഭാഗത്തെ. നസീബ് കുറച്ച് ഭാഗത്തെ. എങ്ങനെയുള്ള കുറച്ച് ഭാഗത്തെ? മഫ്റൂദൻ. നിശ്ചിതമായ. നിശ്ചിതമായ. മഫ്റൂദ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടി വാക്ക്? നിശ്ചിതമായ എന്ന് പറഞ്ഞ ആള് പറയും. നിശ്ചിതമായ എന്ന് പറഞ്ഞ ആള് പറയും. എവിടെ നിന്ന് കിട്ടി വാക്ക്? ഫറള. ഫറള നിർബന്ധമാക്കി. അനിവാര്യമാക്കി അല്ലെങ്കിൽ നിർബന്ധമാക്കി. അതെന്നാണ്. അതിന്റെ എന്താണ് മഫ്റൂദ്? കർമ്മം. കർമ്മം. ഫർദയുടെ കർമ്മം. ഫാരിദുൻ മഫ്റൂദും ആണോ വരിക? ഫാരിദുനാണ് ഇസ്മുൽ ഫാഇൽ. അപ്പൊ മഫ്റൂദ് എന്താണ്? ഇസ്മുൽ മഫ്ഊൽ, നിർബന്ധമാകപ്പെട്ടത്, ഒരു നിശ്ചിതമായ, കേട്ടോ എന്നർത്ഥം. ഒരു നിശ്ചിതമായ വിഭാഗം ദാസന്മാരെ ഞാൻ സ്വീകരിക്കും, എടുക്കും. വഴി തെറ്റിക്കുന്ന അർത്ഥം അല്ലേ? അതിനുശേഷം പറയുന്നുണ്ട്, ശ്രദ്ധിക്കണിക്കല്ലേ, അതിനുശേഷം പറയുന്നുണ്ട് എന്ത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇബാദിക്ക നിന്റെ അടിമകളിൽ ഒരു നിശ്ചിത ഭാഗം. ഒരു നിശ്ചിത വിഹിതം ഞാൻ എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് പരിഭാഷയിൽ. നിശ്ചിത വിഭാഗത്തെ ഞാൻ എന്ത് ചെയ്യും? എടുക്കും, സ്വീകരിക്കും. വല ഉദില്ലന്നഹും, എന്നിട്ട് എന്ത് ചെയ്യും ഞാൻ അവരെ? അതല്ല തെറ്റിച്ചു, വഴികേടിലാക്കും. താക്കീതിന്റെ ഉദാഹരണങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ ഇപ്പൊ നമ്മൾ ഈ സൂറത്തുൽ നിസായിലൂടെ പുതിയ ഭാഷാപരമായ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, അതൊക്കെ പ്രത്യേകം എടുത്ത് എഴുതിയിരിക്കണം. അതിനാണ് നമ്മൾ ഇത് ക്ലാസ്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തെല്ലാം ഹുക്കുമ് പഠിച്ചു എന്നുള്ളതല്ല വിഷയം. ഹുക്കുമൊക്കെ വ്യാഖ്യാനത്തിലുണ്ട്. വ്യാഖ്യാനം വായിക്കുന്നവർക്ക് ഹുക്കുമുകൾ കിട്ടും. നമുക്ക് ഭാഷാപരമായ എന്ത് കിട്ടി? അപ്പൊ ഈ സൂറത്ത് നിസാ കൂടെ പഠിച്ചപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ കൂടി മനസ്സിലായി, കുറെ ഭാഷാപരമായ കാര്യങ്ങൾ കൂടി മനസ്സിലായി. അത് വെച്ചുകൊണ്ട് പിന്നീട് ബാക്കി ഭാഗങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് വായിച്ചാൽ മനസ്സിലാകണം. അതിനാണ് ഇത് പഠിക്കുന്നത്. അല്ലാതെ 10 വർഷം 20 വർഷം നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി ശിഷ്യകളായി പഠിക്കണമെന്നല്ല പറയുന്നത്. കുറെ പഠിച്ചിട്ട് എന്ത് ചെയ്യണം? ബാക്കി സ്വന്തം പഠിക്കണം. അപ്പൊ തീർച്ചയായും ഞാൻ വഴികേടിലാക്കുക തന്നെ ചെയ്യും. ഇവിടെ മന്ന എന്നാണോ വരിക? അതിന്റെ അയച്ചപ്പോഴത്തേക്ക് മാറിപ്പോയി. മന്ന യുമന്നി എന്ന മന്ന യുമന്നി. യമന്ന അല്ല, യുമന്നി. മന്ന മന്ന എന്ന് പറയുന്നിടത്ത് ഹദായുടെ യായുണ്ട്. മന്ന. അതുകൊണ്ടാണ് ഈ യുമന്നി എന്ന് പറഞ്ഞിടത്ത് ഉമന്നി. യുമന്നി, യുമന്നൂന, തുമന്നി, തുമന്നൂന, ഉമന്നി, തുമന്നി. അപ്പൊ ഉമന്നി എന്ന് പറയുന്നിടത്തിന്റെ കൂടെ എന്ത് ചെയ്തു? നൂന് തഅക്കീദ് വന്നു. നൂന് തഅക്കീദ് വന്നപ്പോഴത്തേക്ക് നൂന് തഅക്കീദ് വന്നപ്പോൾ എന്തായി? നൂന് തഅക്കീദിന്റെ ഒന്നാമത്തെ നൂനിന്റെ അടയാളം എന്താ? നൂന് തഅക്കീദ് എന്ന് പറഞ്ഞാൽ 2 നൂനുണ്ട്. ഒന്നാമത്തെ നൂനിന്റെ എന്താ അടയാളം? അല്ല, അലിഫല്ലേ വരുന്ന ഉസ്താദെ? ആദ്യത്തെ ഇന്നല്ലേ വരിക? അല്ല, വെറും നാ മാത്രമാണ്. ഇന്നല്ല, ഇന്ന ഞാൻ പറഞ്ഞത് ഇന്നയുടെ അതേ അർത്ഥം തന്നെയാണ്, അതേ പ്രയോഗം തന്നെ, അതേ അർത്ഥം തന്നെയാണ്. പക്ഷെ പ്രയോഗത്തിൽ ഇന്ന വേറെ ഒരു പദമായിട്ടാണ് വരുന്നത്. ഇന്ന വരുന്നത് നാമവാക്യത്തിലാണ് വരുന്നത്. അതേസമയം അതിന് പകരം ക്രിയവാക്യത്തിലല്ല, ക്രിയയോടൊപ്പം തന്നെ നൂന് തൗക്കീദ് ചേർക്കും. ശബ്ദമുള്ള നൂന്, ഇത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയുള്ള നൂന് ചേർക്കും. അപ്പൊ അങ്ങനെ നൂന് തൗക്കീദ് എന്ന് പറയുമ്പോൾ നൂന് മുശദ്ദദത്തിനാണ്, ശബ്ദമുള്ള നൂനാണ്. ശബ്ദമുള്ള നൂനിന്റെ ആദ്യത്തെ നൂനിന്റെ അടയാളം എന്താ? അത് സുക്കൂനാണ്. ആ സുക്കൂനും ഉമന്നി എന്നതിന്റെ യാന്റെ സുക്കൂനും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ടാണ് യാക്ക് സുക്കൂൻ കൊടുത്തത്. ഉമന്നിയന്നഹും, അവരെ എന്ത് ചെയ്യും ഞാൻ? വ്യാമോഹത്തിലാക്കും.
ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് മക്കളെ തരാം, നീ പിന്നെ എന്ത് ചെയ്താൽ മതി, അവിടെ കബറിങ്കൽ പോയാൽ മതി, നീ അല്ലെങ്കിൽ അയാളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ നിനക്ക് സമ്പത്ത് തരും, നിനക്ക് എന്ത് ചെയ്യും അവിടെ നിധി കുഴിച്ചിട്ടുണ്ട് ഒക്കെ തരും, നീ അയാളിന് വേണ്ടി ജാറത്തിൽ പോയവര് ചെയ്താൽ മതി. അങ്ങനെ ശിർക്കുപരമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം മറ്റും മറിച്ചതുമായ, അതായത് ധിക്കാരത്തിൻ്റെതായ പല വഴികളുമുണ്ട്. അള്ളാഹെ ധിക്കരിക്കുന്നതിൻ്റെതായ പല വഴികളുണ്ട്. എളുപ്പത്തിൽ മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇവിടെ ദുആയുമായി ബന്ധപ്പെട്ടിട്ടാണ് പറഞ്ഞത്. എന്നൊക്കെ പറയാനാണ് പറഞ്ഞത്. പക്ഷെ ഷെയ്ത്താൻ ഏതെല്ലാം കാര്യത്തിൽ ശ്രമിക്കും? ഇപ്പൊ അള്ളയോട് നേരിട്ട് അള്ള അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ അള്ള അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അതുപോലുള്ള അള്ളാഹയുടെ അധികാരത്തിലോ അവകാശങ്ങളിലോ അള്ളാഹയുടെ ഗുണവിശേഷങ്ങളിലോ എന്തിലെങ്കിലും പങ്കു ചേർക്കാൻ ഉള്ള വഴികൾ അയാൾ കണ്ടെത്തും. പല വഴികളുമുണ്ട്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായ എന്ത് കാര്യം വന്നാലും അതെല്ലാം അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യക്ഷമായോ പരോക്ഷമായോ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിനുള്ള വഴി അയാൾ കണ്ടെത്തും. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. വ്യാമോഹങ്ങളിൽ അകപ്പെടുത്തുന്നു. നിങ്ങൾക്ക് അധികാരങ്ങൾ പിടിച്ചു തരാൻ ഞാൻ, നീ അല്പം ഒന്ന് മാറി ചിന്തിച്ചാൽ മതി. ഇപ്പൊ പോയില്ലേ കുറെ ആൾക്കാർ, പല ആൾക്കാരും അതിനു വേണ്ടി പള്ളി പൊളിച്ച് അതിന്റെ മുകളിൽ ആരാധനാലയം എന്ന് പറയുന്ന ഒരു എന്ത് ചെയ്തു കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു ആരാധനാലയത്തിന്റെ മുകളിൽ ഒരു ആരാധനാലയം ഉണ്ടായാൽ ആ ആരാധനാലയത്തിന് ആരാധന നടത്തിയാൽ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് തന്നെ ശരിയാവും. അവിടെ മഹർഷിമാരും അല്ല എന്താ പറയാ പലരും വരാതിരുന്നത്. അപ്പൊ അതൊക്കെ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ഓശാന പാടാൻ വേണ്ടി പോകുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഒന്നും രണ്ടും അല്ല, ഇപ്പോ പലരും ഉണ്ട്. അറബി പഠിച്ചവരും ഖുർആൻ പഠിച്ചവരും ഒരുപാട് സ്വാമിമാരും ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ഖുർആൻ വിമർശകരും ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഇല്ലേ? ദൈവനിഷേധികളും നിരീശ്വരവാദികളും ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന കുറെ ആൾക്കാരെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ചവരെല്ലാം എന്തായി? അപ്പൊ ഇതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല ഉബില്ലന്നഹും, അവരെ നാം വഴി തെറ്റിക്കും. എങ്ങനെ തെറ്റിക്കും? വല ഉമന്നിയന്നഹും, വ്യാമോഹത്തിൽ അകപ്പെടുത്തും. ചിലപ്പോ കോടിയായിരിക്കും, ചിലപ്പോൾ കോടികളായിരിക്കും, കോടാനുകോടികളായിരിക്കും. ഇത്രയും കോടികൾ, ആയിരക്കണക്കിന് കോടി ഒരു ജന്മിക്ക് വേണ്ടി എഴുതി തള്ളാമെങ്കിൽ അതിലേതാനും കോടിയുടെ ഏതെങ്കിലും ചെറിയ ഏതെങ്കിലും ഒരു കോടി കൊടുത്താൽ മതി, അറിവ് പഠിച്ചാൽ അവർക്ക് വേണ്ടി പറഞ്ഞോളൂ, അല്ലേ? പല ഉമന്നിയന്നഹും, വ്യാമോഹത്തിലകപ്പെടുത്തും. പല ആമുറന്നഹും, അവരോട് കൽപ്പിക്കും എന്നാ പറഞ്ഞത്. അവരോട് കൽപ്പിച്ചാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ കൽപ്പന മാത്രമല്ല കൽപ്പിക്കുമെന്ന് പറഞ്ഞത്. പല ആമുറന്നഹും, നമ്മൾ പഠിച്ചു അമറ യമറു, ആമറു നഅമറു, ആമറു ഞാൻ കൽപ്പിക്കും. വല ആമുറന്നഹും, തീർച്ചയായും ഞാൻ അവരോട് കൽപ്പിക്കും. ഫലയുബത്തികുന്ന ആദാനല്ല ഞാൻ. ഇവിടെ ശേഷം പറയുന്നതൊക്കെ എന്താണ്? ആരാധനാപരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് ആരാധനാപരമായ ഒരു രംഗത്ത് ഒരാളെ പിടിച്ചുകൊണ്ട് പോകാൻ വളരെ പാടാണ്, വിശ്വാസികളായ ആളെ, അല്ലേ? ഒരാൾ ഖുർആൻ പഠിച്ചു, വിശ്വസിച്ചു, അല്ലെങ്കിൽ അയാൾ ഖുർആനും ഹദീസും ഒരുപാട് പഠിച്ച അയാളെ ശിർക്ക് നീ ചെയ്യണം, അല്ല അല്ലാത്ത ആളെ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ കേൾക്കൂല. പക്ഷെ അയാൾക്ക് അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, പണം, പ്രതാപം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞാൽ അവരെ കൂടെ നിൽക്കും. അവര് പറയുന്നതാണ് ശരിയെന്ന് പറയും. എന്തായി? അയാൾ നേരിട്ട് അള്ളാഹെ വിളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും അസ്തിത്വം ഇവിടെ നിന്ന് തുടച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞാൽ എന്തായി? അതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ബാത്തിലായി. അതുമല്ലേ
മുസ്ലിങ്ങളുടെ അസ്തിത്വം ഇവിടെ നിന്ന് ഒന്നാമത് ചെയ്യുന്നതാണ്, ഇവിടെ നിന്ന് തുടച്ചു മാറ്റുക. ആ തുടച്ചു മാറ്റുന്നതിന് വേറെ ഒരുപാട് ഉപാധികൾ പറയും. ആ ഉപാധികൾ എല്ലാം സാക്ഷാത്കരിച്ചാൽ എന്തായി? ഇവിടെ നിന്ന് അവരില്ലാതായി. ഉണ്ടായിട്ട് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എനിവേ, അതെല്ലാം ഇതിൽ പെടുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഫല യുബത്തിക്കുഞ്ഞ, അങ്ങനെ ഞാൻ അവരോട് കൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ബത്തക്ക യുബത്തിക്കു എന്ന് പറഞ്ഞാൽ കീറും. ഈ മൃഗങ്ങളുടെ ചെവി കീറുന്നതിനാണ് ഈ ബത്തക്ക എന്ന് ഉപയോഗിക്കുന്നത്. യുബത്തിക്കുന്ന എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ഞാനത് കൂട്ടുവരണമെന്ന് എനിക്ക് തോന്നുന്നു. ബത്തക്ക ഉദിന, ബത്തക്കൽ ഉദിന എന്ന് പറഞ്ഞാൽ കത്തഴഹ എന്നാണ്. ചെവി മുറിച്ചു എന്ന് പറഞ്ഞാൽ ബത്തക്കൽ ഉദിന എന്ന് പറഞ്ഞാൽ ബത്തക്ക യുബത്തിക്കു കേട്ടോ. സബ്ബഹ യുസബ്ബഹു, ബത്തക്ക യുബത്തിക്കു. മുറിപ്പിക്കും എന്നാണ് വരിക അല്ലെ? ഇപ്പൊ അല്ലല്ല, അവരെ കൊണ്ട് കൽപ്പിക്കും. ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ലയുബത്തിക്കന്ന, യുബത്തിക്കുന്ന, അല്ല യുബത്തിക്കുന്ന ആദാനല്ല നാം. അപ്പോഴെന്ത് ചെയ്യും? അവര് മുറിക്കും. ലമ്മ വന്നപ്പോ എന്തായി? ലയുംബദന്ന എന്ന് പറഞ്ഞാൽ അവൻ എറിയപ്പെടും, അവൻ എറിയപ്പെടും. ലയുംബദന്ന. അപ്പോ നൂന തൗക്കീദ് വരുന്ന ഇതും കൂടെ എഴുതി വെച്ചോളണം കേട്ടോ. ഉമന്നിയന്ന എന്ന് പറഞ്ഞെടുത്ത എന്താണ്? ഉമന്നിയന്ന. അവിടെ ഉമന്നി എന്ന് പറയുന്നത് ഞാനാണ്, അതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. ആമുറന്ന എന്ന് പറയുന്നിടത്തും ഇല്ല, ഉള്ളിലന്ന എന്ന് പറയുന്നിടത്തും സംസാരിക്കാൻ മുത്തകല്യമാണ്, മുഫ്രദ് മുത്തകല്യമാണെന്നുള്ള അറിയാം. യുബത്തിക്കുന്ന എന്ന് പറഞ്ഞിടത്ത് എന്ത് വരും? യുബത്തിക്കു, യുബത്തിക്കുന്ന. യുംബദന്ന വന്നപ്പോൾ ഏകോചനം, ഫത്തഹാണ്. തൗക്കീദിന് മുമ്പ് വരുന്നിടത്ത് എന്താണ്? യായില് തുടങ്ങുമ്പോ യുബത്തിക്കുന്ന എന്ന് പറയുമ്പോൾ യായിലാണ് തുടങ്ങിയിരിക്കുന്നത്. യായി തുടങ്ങുമ്പോ ഏകോചനമാണോ ബഹുവചനമാണോ നിങ്ങൾക്കറിയാം? ഇത് ബഹുവചനല്ലേ? അവർ കൽപ്പിക്കപ്പെടും. അപ്പൊ അവരെന്ന് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞല്ലേ? മുമ്പുള്ള അക്ഷരത്തിന് ലമ്മ വരും. തൗക്കീദിന്റെ മുമ്പ് ലമ്മ വരുമ്പോൾ അതെന്താണ്? ബഹുവചനമാണ്, യായിൽ തുടങ്ങിയതാണ്. ബത്തക്ക യുബത്തിക്കു ഇവിടെ മജ്ഹൂലല്ല. ബത്തക്ക യുബത്തിക്കു, സബ്ബഹ യുസബ്ബിഹ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ലമ്മ വന്നത്. അപ്പൊ യുബത്തി കുന്ന എന്ന് പറഞ്ഞാൽ അവർ മുറിക്കും. ആദാനൽ അനാം, ഉദിനിന്റെ ബഹുജനമാണ് ആദാൻ. ആദാനൽ അനാം, അനാം കാലികൾ, കന്നുകാലികളുടെ കാതുകൾ മുറിക്കും. ഇപ്പൊ കന്നുകാലികളുടെ കാതുകൾ മുറിച്ച് അവര് നേർച്ചയ്ക്കിടും. നേർച്ചയ്ക്കിടുന്നതിന് വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്? കാതുകൾ മുറിക്കുന്നത്. അല്ല ഉസ്താദ്, ഇവിടെ എന്തെങ്ങനെയാണ് ബഹുവചനാണെന്ന് മനസ്സിലായത്? പല യുബത്തിക്കുന്ന. ഉറങ്ങിയിട്ട് വേണം വരാമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു. അല്ല, ഇന്ന് ഉറങ്ങല്ലോ ഉസ്താദ്, എന്ന് ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക. യുംബദന്ന എന്ന് പറയുമ്പോൾ, അതായത് യുംബദന്ന എന്ന് പറയുമ്പോൾ യാ കൊണ്ടാണ് തുടങ്ങിയത് അല്ലെ? യാ എന്താണ്? യാ ഗായിബിന് ഉള്ളതാണ്. യാ ഗായിബിനുള്ള യഫ്അലു യുസബ്ബിഹു എന്ന് പറയുന്നത് എന്താണ്? യഫ്അലു എന്ന് പറയുമ്പോൾ, യുസബ്ബിഹു എന്ന് പറയുമ്പോൾ യാ എന്താണ്? ഗായിബിനുള്ളതാണ്. ഇനി ഗായിബിന്റെ മുദക്കറാണോ, സോറി, ഗായിബിന്റെ ജം ആണോ മുഫ്രദാണോ എന്ന് എങ്ങനെ അറിയാം? അതറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? നൂന തൗക്കീദിന്റെ മുമ്പ് ഫതഹാണെങ്കിൽ അത് മുഫ്രദാണ്, ഏകവചനമാണ്. യായിൽ തുടങ്ങിയത്, യായിൽ തുടങ്ങിയ ഫിഅലില് നൂന തൗക്കീദ് ചേർന്നാൽ, നൂന തൗക്കീദിന് മുമ്പ് ഫതഹാണെങ്കിൽ ഏകവചനമല്ല, യുംബദന്ന, തീർച്ചയായും അവൻ എറിയപ്പെടും. ഇവിടെ എന്താ? യുബത്തി കുന്ന. യുബത്തി കുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? യുബത്തിക്കു, ബത്തക്ക യുബത്തിക്കു, കാഫ് ഈ ക്രിയയിൽപ്പെട്ടതാണ്. പിന്നെ കിതാബ് കുന്ന എന്ന് പറഞ്ഞ കുന്ന അല്ല ഇത്.
ബത്തക്ക യുബത്തിക്കു എന്ന് പറഞ്ഞ കാ എന്താണ്? യുബത്തിക്കു കാ ഫേലിന്റെ ഭാഗമാണ്. അപ്പൊ യുബത്തിക്കു അവിടെ ന്യൂനത്തോക്കിയതിന് മുമ്പ് എന്താണ്? ലമ്മാണ്. അപ്പൊ എന്ത് ചെയ്തു? ബഹുജനത്തിലുള്ളതാണ്. യുബത്തിക്കുന്ന അവർ കീറും. ആദാനല്ല നാം, ചെവികൾ, മൃഗങ്ങളുടെ ചെവികൾ. അപ്പൊ അറബികൾ എന്ത് ചെയ്തു? എന്ത് ചെയ്യുമായിരുന്നു? 5ഓ 10ഓ പ്രസവിച്ച ഒട്ടകത്തെ നേർച്ചയ്ക്കിടും. 5 പ്രസവിച്ച അല്ലെങ്കിൽ 10 പ്രസവിച്ച ഒട്ടകത്തെ എന്ത് ചെയ്യും? നേർച്ചയ്ക്കിടും. അപ്പൊ ഈ 10 പ്രസവിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ 5 പ്രസവിച്ചത് കൊണ്ടാണ് ഈ ഒട്ടകത്തെ നേർച്ചയ്ക്ക് ഇട്ടിരിക്കുന്നത് എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് ചെവി കീറിടുന്നത്. അങ്ങനെ നേർച്ചയ്ക്കിടുമായിരുന്നു. ആ പറഞ്ഞതാണ് അവരെന്ത് ചെയ്യും? അവര് ദേവതകളുടെ പേരിൽ നേർച്ച നേരും. ഔലിയാക്കന്മാരുടെ പേരിൽ ചെയ്യും നേർച്ച നേരും. പഴിബത്തിക്കുന്ന ആദാനല്ല നാം, അതിനെയാണ് ഇവിടെ എന്ത് ചെയ്ത്? സാഹചര്യമായി കാതുകൾ കീറും എന്ന് പറഞ്ഞത്. അവര് ഔലിയാക്കളുടെ പേരുടെ പേരിൽ അല്ലെങ്കിൽ ദേവതകളുടെ പേരിൽ നേർച്ച നേർന്നിലും മൃഗങ്ങളെ ഞാൻ കൽപ്പിക്കുന്നത് കാരണമായി. ആദാനല്ല നാമി വല ആമുറന്നഹും, ഞാൻ കൽപ്പിക്കും അവരോട് ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ്. അപ്പൊ എന്ത് ചെയ്യും അവര്? ലയുഗയ്യിറുന്ന. അപ്പൊ ഗയ്യറ യുഗയ്യിറു. അപ്പൊ ബത്തക്കയുടെ കൂവിന്റെ വിഷയം മാറും. ഗയ്യറ, ഗൈർ എന്താണ്? ഗൈർ എന്ന് പറഞ്ഞാൽ അല്ലാത്തത്. ഗയ്യറ എന്ന് പറഞ്ഞാൽ മാറ്റി. ഗയ്യറ യുഗയ്യിറു, ഗയ്യറ യുഗയ്യിറു. അപ്പോ ല യുഗയ്യിറു. ഇപ്പൊ എന്തായി? അവർ മാറ്റും. യുഗയ്യിറന്ന എന്ന് പറഞ്ഞാലോ, പത്ത് കിട്ടാലോ, അവൻ മാറ്റും. യുഗയ്യിറുന്ന എന്ന് പറഞ്ഞാൽ അവർ മാറ്റും. കാരണം അവിടെ യുഗയ്യിറൂന്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഷെദ് കൊടുക്കാൻ പറ്റില്ല. ഷെദ്ദുള്ള നാ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ എന്താ കാരണം? ഷെദ്ദുള്ള നാ വരുമ്പോൾ ഒന്നാമത്തെ നാക്കി സുക്കൻ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? വാവ് കളഞ്ഞിട്ടാണ് ന്യൂനതൗക്കീദ് ചേർക്കുന്നത്. ബഹുവചനത്തിന്റെ വാവ് കളഞ്ഞിട്ട് ന്യൂനതൗക്കീദ് ചേർക്കും. അപ്പൊ ബഹുവചനമാണെന്ന് അറിയുന്നത് ലമ്മത്തും ഉണ്ടാകും. പല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, അള്ളാന്റെ സൃഷ്ടിപ്പിനെ അവരെന്ത് ചെയ്യും? മാറ്റിമറിക്കും. ഇവിടെ എന്താ പറഞ്ഞത്? അള്ളാന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കും എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധ പണികളൊക്കെ ചെയ്യിപ്പിക്കുന്ന ഖൽഖല്ലാഹ്, അള്ളാന്റെ സൃഷ്ടിപ്പ്. അള്ളാഹ് സൃഷ്ടിച്ചതിന് എന്തെല്ലാം ഘടനകളുണ്ട്? അള്ളാഹ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. മെയിലും ഫീമെയിലുമായിട്ട് അവരെന്ത് ചെയ്യുന്നു? പുരുഷൻ സ്ത്രീ വിവാഹം കഴിക്കുന്നു. അതിന് വിരുദ്ധമായി ചെയ്താൽ അതെന്തായി? തഗയ്യുറുൽ ഖൽഖായി, ഖൽഖിനെ മാറ്റിമറിക്കലായി, സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കലായി. അതേപോലെ അള്ളാഹ് പ്രപഞ്ചത്തിൽ ഒരുപാട് ഘടനകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രപഞ്ച ഘടനകൾ തെറ്റിച്ചാൽ എന്താണ്? അതിനെന്താ പറയുന്നത്? ഇപ്പോഴും എക്കോളജിക്ക് വിരുദ്ധമായിട്ട് ചെയ്താൽ എന്തായി? ഇപ്പൊ തഗയ്യുറുൽ ഖൽഖാണ്. ഇതിനൊക്കെ നമ്മൾ ഇസ്ലാം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഖുർആൻ പറഞ്ഞിരിക്കുന്ന മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഭരണഘടനയാണ് ഖുർആൻ. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞാണ് അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഭരണഘടനയാണിത്. ഈ മനുഷ്യരുടെ ഭരണഘടന, ഈ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. ഈ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും ജീവിക്കാം. ഒരു സ്റ്റേറ്റിൽ നടപ്പാക്കാവുന്ന ഒരു ഭരണഘടനയാണ്. അയാള് അള്ളാഹ് അല്ലാത്ത ആളെ ആരാധിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങളെല്ലാത്തിലും ഒരു വ്യവസ്ഥാപിതമായ ഒരു സ്റ്റേറ്റ് നിലനിൽക്കും. അതിനുപോലുതമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരാധനാപരമായ മേഖലകളിലും അല്ലാത്ത മേഖലകളിലും ഉള്ള സവിസ്തരമായ പ്രതിപാദനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ. അപ്പൊ അതിലൊന്നാണ് ഇത്. പിശാച് എന്താ? പിശാച് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശത്രു. മനുഷ്യന്റെ ശത്രു എന്താ ചെയ്യുന്നത്? ഞാൻ അവനോട് കൽപ്പിക്കും, അവൻ എന്ത് ചെയ്യും?
എക്കോളജിക്ക് വിരുദ്ധമായ എല്ലാ പ്രവൃത്തികളും ചെയ്യും. മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യും. പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ പറയും. ഇപ്പൊ പ്രകൃതി വിരുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ചിന്തിച്ചിരിക്കുന്ന ഒരു സംഗതിയിൽ മാത്രമേ ഉള്ളൂ. എക്കോളജിക്ക് വിരുദ്ധമായതെല്ലാം എന്താണ്? പ്രകൃതി വിരുദ്ധം തന്നെയാണ്. അത് ഒന്ന് മാത്രമല്ല, 1000 സംഗതികളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. പല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദി ശൈത്വാന വലിയ്യൻ, ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും കാര്യങ്ങൾ യത്തഖിദി ശൈത്വാന വലിയ്യൻ, ശൈത്താനെ ആര് വലിയായി സ്വീകരിച്ചിട്ടുണ്ടോ? ശൈത്താനെ വലിയായി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ശൈത്താനീയത്ത്, പൈശാചികത, മാനവ വിരുദ്ധ പ്രവർത്തനങ്ങൾ, പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്താലും അത് ചെയ്യുന്നതിന് വേണ്ടി അവൻ മുതിർന്നു വരുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ പ്രകൃതി വിരുദ്ധ സംഗതികൾ പ്രവർത്തിക്കാൻ വേണ്ടി മുതിർന്നു വരുന്നുണ്ടെങ്കിൽ അവൻ എന്താണ്? മനുഷ്യന്റെ ശത്രു തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. മനുഷ്യന്റെ ശത്രു ആരാണ്? ചെകുത്താൻ. ഷെയ്ത്താൻ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ചെകുത്താൻ വന്നത്. പിന്നെ ഇംഗ്ലീഷിൽ വന്ന സാത്താൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. വലിയൻ, വലിയായി, ആത്മമിത്രമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ബിന്ദുവിനില്ല, അള്ളയെ കൂടാതെ, വഖദ് ഖസ്റ ഖുസ്റാനൻ മുബീന, അവൻ വ്യക്തമായ നഷ്ടത്തിൽ അകപ്പെട്ടു. അപ്പൊ ഇവിടെ ഖസിറ നഷ്ടപ്പെട്ടു. ഖസിറയുടെ ക്രിയാധാതു എന്താ? ഖസിറ. അപ്പൊ ഖസിറയുടെ ക്രിയാധാതു യഥാർത്ഥത്തിൽ ഖുസ്റാൻ. ഖുസ്റാനും എന്നും ക്രിയാധാതു ഉണ്ട്. അപ്പം ഖുസ്റും ഖുസ്റാനും തമ്മിൽ എന്താ വ്യത്യാസം? ഏതുപോലെ? ഖറഅയുടെ ക്രിയാധാതു എന്താ? ഖുർആൻ പോലെ. അതെ, ഖിറാഅത്തുൻ വ ഖുർആനും. ഖിറാഅത്ത് എന്നും വാക്കുണ്ട്, ഖുർആൻ എന്നുണ്ട്. ഖുർആൻ എന്ന വാക്ക് ഖറഅയുടെ ക്രിയാധാതു എന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ഖറഅയുടെ ക്രിയാധാതുവായ ഖിറാഅത്തുൻ എന്ന് പറഞ്ഞാൽ വായന, ഖുർആൻ എന്ന് പറഞ്ഞാൽ അധികമായ വായന, അത്യധികമായ വായന. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഖസിറ ഖുസ്റാനൻ, ഭയങ്കരമായതും പിന്നെ മുബീനായതുമായ, വ്യക്തമായതും ഭയങ്കരമായതുമായ നഷ്ടത്തിൽ അവൻ വിട്ടു. ഭയങ്കരമായ വ്യക്തമായ നഷ്ടത്തിൽ അവന്റെ ഖുസ്റാനാണ് എന്നതിന് ഇതാണ്, മുബീനാണ്, വ്യക്തമാണ്. അവൻ നഷ്ടത്തിലായിരിക്കും, ആകാം എന്നല്ല, അവൻ നഷ്ടത്തിലാണ് ആപതിച്ചിരിക്കുന്നത്. ഫഖദ് ഖസിറ മാളി ആയിട്ടാണ് പറഞ്ഞത്, മാളി ആയിട്ടാണ്. ഫഖദ് ഖസിറ, അവൻ നഷ്ടത്തിൽ ആപതിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നഷ്ടം? ആയി കഴിഞ്ഞു, നഷ്ടത്തിലായി കഴിഞ്ഞു. അത്യധികമായ നഷ്ടം, മുബീനൻ, സുവ്യക്തമായ. യഇദുഹും വയുമന്നീഹിം, യഇദുഹും എന്നിട്ട് പിന്നീട് അള്ളാന്റെ വാക്കിൽ പറയാം, യഇദുഹും, അവൻ എന്ത് ചെയ്യും? വാഗ്ദാനം ചെയ്യും. വയുമന്നീഹിം, അവനെ വ്യാമോഹിപ്പിക്കും. മന്ന യുമന്നി, യുമന്നീഹിം. അല്ല, ഉമന്നി എന്ന് പറഞ്ഞപ്പോ അവിടെ മുത്തക്കല്ലിമിൻ ആയിട്ടാണ് പറഞ്ഞത്, ഇവിടെ റായിബായിട്ടാണ് പറഞ്ഞത്. യുമന്നീഹിം, അവൻ വ്യാമോഹിപ്പിക്കും. അവരെ വ്യാമോഹിപ്പിക്കും. ഇതാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യാമോഹത്തിൽ അകപ്പെടുന്നിടത്താണ് പ്രശ്നം. വമാ യഇദുഹും അശ്ശൈത്വാനു ഇല്ലാ ഗുറൂറ, പിശാച് അവനോട് കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവനോട് വാഗ്ദാനം ചെയ്യുന്നില്ല. ഇല്ലാ ഗുറൂറ, വഞ്ചനയല്ലാതെ. ഗുറൂർ, വഞ്ചന. وما يعدهم الشيطان إلا غرورا أولئك مأواهم جهنم لا يجدون عنها محيصا. أولئك مأواهم, അവരുടെ സങ്കേതം. ഒരുപാട് സമയമായില്ലേ? നമ്മൾ പറഞ്ഞത് 4 പറഞ്ഞതിൽ 2 പേജായുള്ളൂ അല്ലേ? അല്ല, 1 പേജായുള്ളൂ. 2 പേജിന് വേറെ.
ഓക്കെ, ഒരു പേജുണ്ട്. ഉലായിക മഅവാഹും ജഹന്നം വലാ യജിദൂന അൻഹാ മഹീസ. ഉലായിക അവർ, മഅവാഹും അവരുടെ സങ്കേതം, ജഹന്നം നരകമാകുന്നു, വലാ യജിദൂന അൻഹാ മഹീസ. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു സങ്കേതവും അവർ മഹീസ എന്ന് പറഞ്ഞ എന്താ ഉസ്താദ്? അതേ സങ്കേതം. മഹീസ് നേരത്തെ വന്നിട്ടുണ്ടാവും. ഞാനിത് വായിച്ചു നോക്കിയിട്ട് ആദ്യം പദങ്ങളെല്ലാം രേഖപ്പെടുത്തും, പിന്നീട് നേരത്തെ വന്ന വാക്കുകൾ ഡിലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അപ്പം പുതുതായിട്ട് വന്നതിൽ മഹീസ് ഇല്ലെങ്കിൽ മഹീസ് ഉണ്ടോ ഇവിടെ? മഹീസ് ഉണ്ട്. അപ്പൊ നേരത്തെ വന്നിട്ടുണ്ടാവില്ല ചിലപ്പം. രക്ഷാസങ്കേതം, മഹീസ് രക്ഷാസങ്കേതം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്തു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത പ്രാവശ്യം നോക്കാം. നിങ്ങളിങ്ങനെ ഓരോ വാക്കുകളും വായിച്ച് നോക്കിയിട്ട് അതിന് അറിയാമോ എന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ കുറെ വാക്കുകൾ ഉണ്ട്. അന്നഹും, ആമുർ അന്നഹും, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാലേ നല്ലോണം ചിന്തിച്ചാൽ മനസ്സിലാവും. ആമർ ചിന്തിക്കാനുള്ളത് എന്താ? അമറ പഠിച്ച് അമറ അമറ യമറു യമറു യമറുന തഅമുറു തഅമുറുന ആമുറുന മുറു. രണ്ടും പഠിച്ചു. ഇവിടെ ഞാൻ തന്നിരിക്കുന്ന തന്നെ കുറെ വാക്കുകൾ നമുക്ക് അറിയുന്നതാണ്. നജിവ നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഷാക്ക യുഷാക്കോ എന്നൊക്കെ ഭാഗങ്ങൾ ഇതിന് തുല്യമായ വാക്കുകൾക്ക് നേരത്തെ വന്നിട്ടുണ്ടാവും. ഉൻസ ഇനാസ് പരിചിതമായ വാക്കാണ്. മരീത് പുതിയ വാക്കായിരിക്കും. അത് പുതിയ വാക്കാണ്. അത് ഒരു പ്രാവശ്യം കണ്ടേ ഖുർആനിൽ വന്നിട്ടുള്ളൂ, വേറെ ഒന്നും വന്നിട്ടില്ല. നമ്മൾ 5-ൽ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ള വാക്കുകൾ, ക്രിയകളെല്ലാം തിരഞ്ഞെടുത്ത് നേരിട്ടാണ്. ബാക്കിയൊക്കെ 5-ൽ 10-ൽ കുറവ് എന്തായിരുന്നാലും 10-ൽ കൂടുതൽ പ്രാവശ്യം ഉള്ളത് എന്തായാലും പഠിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം 10-ൽ താഴെയുള്ളതാണ്. പലപ്പോഴും ചില വാക്കുകളൊക്കെ 5-ലധികം പ്രാവശ്യം വന്നിരിക്കുന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5-ലധികം വന്ന വാക്കുകൾ ഉൾപ്പെടുത്താനായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പൊ മിക്കവാറും 5-ലധികം വന്നത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പില്ല. എന്തായിരുന്നാലും 10-ലധികം പ്രാവശ്യം വന്നതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം 10-ൽ കുറവ് പ്രാവശ്യം വന്നതാണ്. ഇനി വരുന്ന വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ, അല്ലേ? അതൊക്കെ പഠിച്ചിട്ടുണ്ട്. 10-ലധികം വന്ന വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ മഫ്റൂദ് നമുക്കറിയുന്നതാണ്. ഫർളാക്കപ്പെട്ടത്. ഗൈറാക്കപ്പെട്ടത്, ഗൈറാക്കിയത്, ഗയ്യറ. മന്ന ഇമന്നി പുതിയ വാക്കാണ്. ബത്ത കൈബത്തിക്കു പുതിയ വാക്കാണ്. ഇത് അമന്നല്ലേ ഉസ്താദെ? മന്നല്ലല്ലോ വരിക. ഏതാണ്? മന്ന യുമന്നി എന്നാണ് വരിക. ഈ മന്ന എന്നുള്ളത് അമന്ന എന്നാണെങ്കിൽ അമന്ന എന്തായിരിക്കും വരിക? അഞ്ചല. അതല്ലേ വരിക? അഞ്ചല വരുമ്പോ എങ്ങനെ വരും? നൂൻ എങ്ങനെ ശബ്ദം വരും? അഞ്ചല വരുമ്പോ നൂൻ എങ്ങനെ ശബ്ദം വരും? അല്ല, ശരിയാണ്. നൂൻ ശബ്ദം വരില്ല. മന്ന യുമന്നിയാണ്. ഓക്കെ, പിന്നെ അങ്ങനെ ചിന്തിച്ചു നോക്കാം, കുഴപ്പമില്ല. പിന്നെന്താ? ഏത്? മന്ന യുമന്നി, യുമന്നി, അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു പഠിപ്പിച്ചത്. ഉമന്നി എന്ന് പറയുമ്പോൾ യാന് സുക്കൂനാണ്. പിന്നെ ശേഷം വരുന്നത് തൗക്കീദിന്റെ നൂനാണ്. തൗക്കീദിന്റെ നൂനിന് ഒന്നാമത്തെ നൂനിന് സുക്കൂനാണ്. അതുകൊണ്ട് ഉമന്നീന്റെ യാന് ഫത്ത് കൊടുത്തു. ഉമന്നിയൻ. അത് മാത്രമല്ല, ക്രിയയുടെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? ഏകവചനമാണെങ്കിൽ ക്രിയയുടെ അവസാനം ഫത്ത് കൊടുക്കും. ഇങ്ങനെ തൗക്കീദ് വരുമ്പോൾ.
അല്ലാതെ ലാ ചേർക്കുന്നോണ്ട് അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ? ഫത്ത് കൊടുക്കേണ്ട കാര്യമില്ല റാക്ക്. ലാ കൊടുക്കുന്നോണ്ട് എന്തിനാ ഫത്ത് കൊടുക്കുന്നത്? ആ ലാ അല്ലേ ഇത്, അത് ലീ ആണ്. കാരണം പറയുന്നത് ലീ ആണ്. ലീ വരുമ്പോ ലീ അപൂർണ ഗ്രഹിക്കുമ്പോ ലീ വരുമ്പോഴാണ് ഫത്ത് കൊടുക്കുന്നത്. നസ്ബി ആ നസ്ബല്ലേ ഇവിടെ ഫത്തഹാണ്. ശ്രദ്ധിച്ച് വായിക്കണമെന്നേ ഉള്ളൂ. ഇവിടെ തൗക്കീദിന്റെ കുറെ ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. തൗക്കീദിന്റെ ഉദാഹരണങ്ങളൊക്കെ പ്രത്യേകം എഴുതി വെച്ച് പഠിക്കണം. തൗക്കീദിന്റെ ഉദാഹരണങ്ങൾ ബഹുവചനം വന്നതും ഏകവചനം വന്നതും മുത്തകല്യമായതും വായിബ് വന്നതും. മുത്തകല്യമാണ് ഉദില്ലന്ന, ആമറന്ന മുത്തകല്യമാണ്. യുഗയ്യിറുന്ന എന്നത് എന്താണ്? ജമ്മാണ്. ഗായിബാണ്, ജമ്മാണ്. പിന്നെ യുബത്തിക്കുന്ന എന്നത് ജമ്മാണ്. അതിന്റെ കൂടെ എന്ത് ചെയ്യുക? യുംബ തന്നെ എഴുതി നോക്കുക, അവിടെ മുഫ്രദാണ്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠനം ആഴത്തിൽ ഓരോ ലെയറും ആഴത്തിലേക്ക് പോകണം. നമ്മൾ ഓരോ ക്ലാസ്സും കഴിയുന്തോറും ഓരോ ലെയർ ആഴത്തിലേക്ക് പോകണം. കുറച്ച് വേഗത്തിൽ മനസ്സിലാക്കി വേഗത്തിൽ പഠിച്ചു പോകണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായത്. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത പ്രാവശ്യം കുറച്ച് വേഗത്തിൽ പോകണം. ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ പരമ്പരാഗതമായി തഫ്സീറുകളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെയും വായനയുണ്ട്. പരമ്പരാഗതമായി ഉള്ള കാര്യങ്ങളൊന്നും വിശദീകരിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് പ്രാവശ്യം വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമുക്ക് എല്ലാ നിലയ്ക്കും ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയുള്ള തൗഫീക്ക് നൽകട്ടെ. തൗഫീക്ക് അതോടൊപ്പം നമ്മുടെ ബുദ്ധിശക്തിക്ക് കൂടുതൽ ആഴം നൽകട്ടെ. അറിവിന്റെ ആഴമുള്ള വർദ്ധിപ്പിച്ചേരട്ടെ. അങ്ങനെ ഓരോ പടിയിലേക്ക് കടന്നു പോവുകയും അറബി ഭാഷയുടെ വ്യാകരണത്തിന്റെ മഹാസാഗരത്തിലേക്ക് അങ്ങനെ ഓടിയിട്ട് കടന്നതിന്റെ ഖുർആന്റെ ചൈതന്യം, മന്ദസത്ത കൂടുതൽ മനസ്സിലാക്കാൻ നമുക്കുള്ള തൗഫീഖ് നൽകട്ടെ. ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹ് ലോകത്തെ രക്ഷപ്പെടുത്തട്ടെ. സമാധാനപൂർണമായ ഒരു ലോകം കണ്ടുമരിക്കാൻ നമുക്കുള്ള തൗഫീഖ് നൽകട്ടെ. ഫലസ്തീനിലും അതേപോലെ ഇന്ത്യയിലും മറ്റുമായ പ്രദേശങ്ങളിലൊക്കെയും നടക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും അല്ലാഹ് മാറ്റിത്തരട്ടെ. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ പഠിക്കണം നമ്മൾ. ഇപ്പോൾ ബാബരി മസ്ജിദ് തകർന്നിരിക്കുന്നു, അല്ലെങ്കിൽ തകർക്കപ്പെട്ട ബാബരി മസ്ജിദിന്റെ മുകളിൽ പുതിയ മന്ദിരം ഉയർത്തപ്പെടുന്നു. ഓരോ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മൾ ബാബരി മസ്ജിദിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? ബാബറിനെ കുറിച്ച് എന്തറിയാം? മുസ്ലിങ്ങളുടെ ചരിത്രം, അതിന്റെ പിന്നിലുള്ള ചരിത്രം എത്രയോ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ ഭരിച്ചവർ. അവര് ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും ഉചിതമായ രീതിയിൽ ന്യായമായി അവര് ചക്രവർത്തിമാരും രാജാക്കന്മാരും എന്ന നിലയ്ക്ക് അവരൊരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. എല്ലാവരും ശരിയായ രീതിയിൽ തന്നെ ഭരണം നയിച്ചു എന്നതിന് അഭിപ്രായമില്ല എങ്കിൽ പോലും അവർ ഓരോ വിഭാഗത്തിന്റെയും അതാത് വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾക്കും ആരാധന രീതികൾക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഒക്കെ എന്ത് ചെയ്തിരുന്നു? അതിൻ്റെതായ രീതിയിലുള്ള അവകാശങ്ങൾ വകവെച്ചു കൊടുത്തിരുന്നു. അതിന്റെ തെളിവാണ് ഇന്നും എല്ലാ മതസ്ഥരും ഈ ഭൂമേഖലകളിൽ, അന്ന് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടാകുന്നത്. ഭരണകൂടങ്ങൾ വരികയും ആ ഭരണകൂടങ്ങൾ ഇവരെല്ലാവരെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇവര് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആണോ എന്ന സംഭവം പിന്നീട് ഉണ്ടായി വരുന്നത്. അതിൽ നിന്നും വേർപെടുത്തിയവരെയാണ് നമ്മൾ രാഷ്ട്രം വേർതിരിച്ചു എന്നൊക്കെ പറയുന്നത്. അതിനു മുമ്പ് വേർതിരിച്ചു. ബംഗാൾ എന്തുകൊണ്ട് വിഭജിച്ചു എന്ന് നമ്മൾ നോക്കണം. ബംഗാൾ വിഭജിച്ചത് ബ്രിട്ടീഷുകാർക്ക് എതിരിൽ ബംഗാളികൾ പ്രവർത്തിച്ചതുകൊണ്ടാണ്. അന്ന് ബ്രിട്ടന്റെ വരുമാനത്തിന്റെ ഇരട്ടി ആളോഹരി വരുമാനം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഫിറ്റ്, അതേപോലെ എന്താണ് ആളോഹരി വരുമാനവും ആ സംസ്ഥാനത്തിന്റെ ആ മേഖലയുടെ വരുമാനവും ഒക്കെ അവിടുത്തെ ബ്രിട്ടന്റെ വരുമാനത്തിന്റെ ഇരട്ടിയായിരുന്നു എന്നാണ്. ബ്രിട്ടന്റെ ആളോഹരി വരുമാനത്തിന്റെ ഇരട്ടിയായിരുന്നു
ബംഗാളിയുടെ ആളോഹരി വരുമാനം. ഇന്ന് നമ്മൾ പൂജിക്കുന്നത് ആ വെള്ളക്കാരനെ അവസാനം എന്താക്കി? ആ വെള്ളക്കാരൻ അവരെ ദരിദ്ര നാരായണന്മാരാക്കി മാറ്റാൻ വേണ്ടിയുള്ള അവരുടെ അവകാശങ്ങളെല്ലാം മനസ്സിച്ചു. അവർ ചുരുങ്ങിയ കാലഘട്ടമേ അവിടെ ഭരിച്ചിട്ടുള്ളെങ്കിലും അവരെന്താക്കി? അവരെ കുത്തുവാള എടുപ്പിച്ചു. ഇന്ന് നമുക്കറിയാം ബംഗാളി എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. ബംഗാളികളുടെ അധപ്പതനത്തിന്റെ കാരണം ബ്രിട്ടീഷ് ഭരണമാണ്. അപ്പൊ അതുപോലെ കുത്തുവാള എടുപ്പിച്ച ഭരണകൂടങ്ങൾ ആയിരുന്നില്ല ഇസ്ലാമിക ഭരണകൂടങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഭരണകൂടങ്ങൾ എന്ന് പറയും. എന്തായിരുന്നാലും ചരിത്രങ്ങൾ പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞേ? അള്ളാഹു നമുക്ക് നൽകട്ടെ. في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.